CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പഞ്ചായത്തായ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF-ന് നൂറ്റാണ്ടിലേറെ നീണ്ട CPM ഭരണം അവസാനിപ്പിച്ചാണ് UDF അധികാരത്തിലേറിയത്. രാഗേഷിന്റെ വാർഡിൽ ഉൾപ്പെടെ CPM പരാജയപ്പെട്ടിരുന്നു. വോട്ട് നില തുല്യമായ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF വിജയിച്ചു. മുണ്ടേരി പഞ്ചായത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് മുസ്ലിം ലീഗിലെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 11 വീതം അംഗങ്ങളായിരുന്നു പഞ്ചായത്തിൽ LDF-നും UDF-നും ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പിൽ 12-ാം വാർഡിൽ നിന്നുള്ള CPM അംഗം സുനിൽകുമാർ ബാലറ്റിൽ പേരെഴുതിയെങ്കിലും ഒപ്പ് രേഖപ്പെടുത്തിയില്ല. ഇതോടെ ഈ അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും 10-നെതിരെ 11 വോട്ടുകൾക്ക് CK റസീന ജയിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പഞ്ചായത്താണ് മുണ്ടേരി. വീടുൾപ്പെടുന്ന വാർഡിലും ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു. അതേസമയം രാഗേഷിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് CPM അംഗം വോട്ട് അസാധുവാക്കിയതാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചത്. പാർട്ടി ഗ്രാമം എന്ന പേരിൽ പല സ്ഥലത്തും കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ബിനോയ് കുര്യനും തെരഞ്ഞെടുക്കപ്പെട്ടു. ബിനോയ് കുര്യന് 18-ഉം UDF സ്ഥാനാർത്ഥി ബേബി തോലാനിക്ക് 7 വോട്ടുകളും ലഭിച്ചു. 7 വീതം സീറ്റുകളുമായി LDF-ഉം UDF-ഉം തുല്യത പാലിച്ച എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഭരണം LDF-ന് ലഭിച്ചു. CPM-ലെ KV ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജനം, കണ്ണൂർ.